ഓക്കെ, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കേർണൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കേർണൽ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കേർണൽ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാനൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണ്. ടി ഫ്രം വി ടു ഡബ്ല്യു എടുക്കുകയാണ്. ഓക്കെ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ പോലെയല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം വി ടു ഡബ്ല്യു ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇനിയും ഇതിനകത്ത് നമുക്ക് കാണുമല്ലോ ടി ഓഫ് ഏതെങ്കിലും ഒരു വി, അതായത് വി, ഒരു സ്മോൾ ലെറ്റർ വി എലമെന്റ് ഓഫ് ക്യാപിറ്റൽ വി എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതിനകത്ത് ഒരു വി എടുത്തു കഴിഞ്ഞാൽ ആ വിക്ക് 0 കിട്ടുന്ന ഒരു വി കാണുമല്ലോ. നമ്മൾ അതിനെ എന്തായിരുന്നടാ പറയുന്നത്? സീറോ ഇതല്ലേ, 0 വെക്ടർ കിട്ടുന്ന ഒരു വെക്ടർ കാണുമല്ലോ. ഓക്കെ, വി എന്ന് പറയുന്ന ഒരു സെറ്റാണ്, ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സെറ്റാണ്. ഓക്കെ, ഇവിടെ ഒരു 0 കാണുമല്ലോ. ആ 0യിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു വി കാണുമല്ലോ, കാണും. ഇങ്ങനെയുള്ള വികളുടെ കളക്ഷനെ ആണ് എന്തെന്ന് പറയുന്നത്? കേർണൽ ഓഫ് ദി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കെർ ടി എന്ന് പറയുന്നത്. കെർ ടി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന വികളുടെ കളക്ഷൻ. ഓക്കെ, ചിലപ്പോൾ ഇവിടെ ഇപ്പം 1ഉം 0യിലോട്ട് കണക്ട് ചെയ്യും, 2ഉം 0യിലോട്ട് കണക്ട് ചെയ്യും, 5ഉം 0യിലോട്ട് കണക്ട് ചെയ്യും. അങ്ങനാണെങ്കിൽ നമ്മുടെ കെർ ടി എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ഫോർമേഷൻ്റെ കേർണൽ എന്ന് പറയുന്നത് 1, 2, 5 ആണ്. ഓക്കെ ആണല്ലോ? എന്താണ് കേർണൽ എന്നുള്ളത് മനസ്സിലായോ? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിയിൽ നിന്ന് ഡബ്ല്യൂയിലോട്ട് നമ്മൾ എടുക്കുവാണ്. ഓക്കെ, ഈ ഡബ്ല്യൂല്, അതായത് നമുക്ക് റിസൾട്ട് വരുമല്ലോ. അപ്പം റിസൾട്ട് 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ വികളെയും എടുത്തെഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കേർണൽ ഓഫ് ടി കിട്ടും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം ഞാൻ അവിടെ എഴുതി വെക്കാം. കേൾ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ വി ഇൻ വി സച്ച് ദാറ്റ് ടി ഓഫ് വി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഫൈൻഡ് ദ കേർണൽ ഓഫ് ദി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം എവിടെ നിന്നാണ്? R2ൽ നിന്നും R3യിലേക്ക് ആണ് നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ടി ഓഫ് x1 x2 is equal to x1 minus 2x2, 0, minus x1. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ R2 ആണ്. അതുകൊണ്ടാണ് നമുക്ക് വെക്റ്റർ, അതായത് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്ന ആളിൽ 2 പേര് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ റിസൾട്ടിൽ നമ്മുടെ ഔട്ട്പുട്ടിൽ 3 പേര് വരും. അതാണ് നമ്മുടെ 1, 2, 3. ഓക്കെ ആണല്ലോ? ഇനി നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് കേൾ ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ വി ഇൻ വി. വി ഇൻ വി ആണ്. വി ഏതാ? R2 അല്ലേ? വി ഇൻ R2 സച്ച് ദാറ്റ് ടി ഓഫ് വി ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? വി എന്ന് പറയുന്നത് ഏത് ഫോമാറ്റിലാണ് കിടക്കുന്നത്? x1 x2 ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്? സച്ച് ദാറ്റ് in R2 such that T of V is equal to 0. T of V എന്താണ്? T of x1, x2 is equal to 0 വരുന്ന കേസുകൾ. അതെന്ന് പറഞ്ഞാൽ എന്ത് വരും? സെറ്റ് ഓഫ് x1 x2 in R2 such that. ഇവിടെ T of x1 x2 എന്താ മക്കളെ വരുന്നത്? ഇതാണ് വരുന്നത്. അത് എങ്ങനെ വരുന്നത്? x1 minus 2x2, 0, minus x1 എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് 0 is equal to 0 വരും. അത് നമ്മൾ നോക്കണ്ട. പിന്നെ ആദ്യത്തേതും അവസാനത്തേതും കമ്പോണൻറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പം x1 minus 2x2 is equal to 0യും വരും, minus x1 is equal to 0യും വരും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? x1 0 കിട്ടും,
ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? x2ഉം 0 കിട്ടും. ഓക്കെ ആണോ? അപ്പം നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കേൺ ടി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എന്തായിരിക്കും? ഏത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ? 0യും 0യും x1 x2 0 0 വരുന്നത് മാത്രമേ എന്ത് വരത്തുള്ളൂ? കേൺ ടി ആയിട്ട് വരത്തുള്ളൂ. മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കണം. നിങ്ങൾ തംസപ്പ് ഇട്ടാൽ ഞാൻ അറിയില്ല കേട്ടോ. എവിടെ പോയി? തംസപ്പ് നോക്കാൻ പോയതാ. എടാ മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായില്ല? ഓക്കെ. കേൺ ടി എന്താന്ന് മനസ്സിലായോ? കേൺ ടി എന്താ? സെറ്റ് ഓഫ് ഓൾ വി ഇൻ വി സച്ച് ദാറ്റ് ടി ഓഫ് വി ഇസ് ഈക്വൽ ടു 0. ഞാൻ പറഞ്ഞ പോലെ വി എന്ന് പറയുന്നതിൽ നിന്ന് ഡബ്ല്യു എന്ന് പറയുന്നതിലോട്ട് പോകുന്ന ഒരു ഫങ്ഷനാണ് എന്ത്? നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി എന്ന് പറയുന്നത് ആണല്ലോ. ഇവിടെ ഒരു എ കാണും, ബി കാണും, സി കാണും, കുറേ പേര് കാണും. ഓക്കെ, ഇവിടെയും കുറേ പേര് കാണും. കൂട്ടത്തിൽ നമ്മുടെ 0യും കാണും. ഇപ്പം നമുക്കിവിടെ ഇയും എഫും കൂടെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. ഈ എ എന്ന് പറയുന്നത് 0യിലോട്ട് മാപ്പ് ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് ഇയിലോട്ട് മാപ്പ് ചെയ്യുന്നു, സി എന്ന് പറയുന്നതും 0യിലോട്ട് മാപ്പ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. അതായത് എയും സിയും 0യിലോട്ട് മാപ്പ് ചെയ്യുന്നു. അപ്പം നമുക്ക് 0 ആൻസർ കിട്ടുന്ന, അതായത് ടി ഓഫ് വി 0 കിട്ടുന്ന ആരൊക്കെയാടാ ഉള്ളേ സെറ്റിനകത്ത്? ആരൊക്കെ ആണ് 0യിലോട്ട് മാപ്പ് ചെയ്യുന്നത്? എയും സിയും ആണ് അല്ലേ? ഇതാണ് നമ്മുടെ കേൺ എഫ്. മനസ്സിലായോ? 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് കേൺ എഫ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടി ഫ്രം R2ൽ നിന്ന് R3യിലേക്കാണ് പോകുന്നത്. R2ൽ നിന്നെന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നത് x1, x2 ആണ്. ഇനിയും R3യിലോട്ടാണ് ആൻസർ പോകുന്നത്. ആൻഡ് അത് നമുക്ക് തന്നിട്ടുണ്ട്. 1 കമ്പോണന്റ്, 2 കമ്പോണന്റ്, 3 കമ്പോണന്റ്, R3 ആയതുകൊണ്ട്. ഓക്കെ, അത്ര ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് കേൺ ടി എന്താണെന്നാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. കേൺ ടിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് സെറ്റ് ഓഫ് ഓൾ വി ഇൻ R2യിലുള്ള വികളുടെ കളക്ഷൻ സച്ച് ദാറ്റ് ടി ഓഫ് വി 0 ആയിരിക്കണം. ഓക്കെ, ടി ഓഫ് വി 0 ആയിരിക്കുന്ന കേസ്. ഈ വി എന്ന് പറയുന്നതിനെ നമ്മൾ R2യിലായതുകൊണ്ട് അതിനെ നമ്മൾ x1 x2 എന്നല്ലേ എടുക്കുക. നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ, XY എന്ന് വേണേലും എടുത്തോ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. സച്ച് ദാറ്റ് എന്താണ്? ടി ഓഫ് x1, x2 എന്തായിരിക്കണം? 0 ആയിരിക്കണം. ടി ഓഫ് വി 0 എന്നുള്ളതിന് വിക്ക് നമ്മൾ x1 x2 R2 ആയതുകൊണ്ട് കൊടുക്കുന്നു. കുഴപ്പമില്ലല്ലോ? കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന്റെ റിസൾട്ട് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോടാ, ക്വസ്റ്റ്യനിലുണ്ട്. ടി ഓഫ് x1 x2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ സാധനം ആണെന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് 0 എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? 0 വെക്റ്റർ എന്നല്ലേ? അതായത് 0 0 0 ആണ്. 3ഉം 0 ആണ്. ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആണ്, സെക്കൻഡ് കോർഡിനേറ്റ് 0 ആണ്, തേർഡ് കോർഡിനേറ്റ് 0 ആണ്. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് x1 0 എന്ന് കിട്ടും. അത് ഇട്ട് കൊടുക്കുമ്പം x2ഉം 0 എന്ന് കിട്ടും. അപ്പം 0യും 0യും വന്നാലേ എന്താവത്തുള്ളൂ? ടി ഓഫ് x1 x2 0 ആവത്തുള്ളൂ. അതുകൊണ്ട് കേൺ ടി എന്ന് പറയുന്നത് 0 0. ഓക്കെ ആണോ? എടാ വേറെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ചോദിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ പേര് വിളിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണെന്ന് വിശ്വസിച്ചോട്ടെ. ഞാൻ അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാണ്. Okay. Second question. Find the kernel of the linear transformation T from എവിടെ നിന്ന് എങ്ങോട്ടാ? R3യിൽ നിന്ന് R3യിലേക്ക് ഉള്ള ഇക്വേഷൻ ആണ്. Represented by T of x, y, z
is equal to x0 z. ഓക്കെ, നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് കേൾ ടി എന്ന് പറയുന്നത് എന്താ? ടി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ വി ഇൻ വി എന്നുള്ളതിന് പകരം നമ്മൾ R3 ആണ്. സച്ച് ദാറ്റ് ടി ഓഫ് വി ഇസ് ഈക്വൽ ടു 0. ഇതെല്ലാം കാണാതെ പഠിക്കാനുള്ള സാധനം. അതേണ്ട ഈ ഒരു ബോക്സ്, ഇതാണ് കേൾ ടി എന്ന് പറയുന്നത്. ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് R3 ആണ്. R3യിലെ എലമെന്റ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്? നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, അതങ്ങ് എഴുതിയാൽ മതി. എക്സ് വൈ ഇസഡ് ഇൻ R3 such that t of vക്ക് വരെന്ത് കൊടുക്കാം? t of x y z is equal to 0 വെക്ടർ ആണ്. അത് ഡയറക്റ്റ്ലി നിങ്ങൾ വേണേൽ 0 0 0 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ ഒന്നും ചെയ്തില്ല, വി മാറ്റി എക്സ് വൈ ഇസഡ് ആക്കിയതേ ഉള്ളൂ. കാരണം വി R3യിലെ എലമെന്റ് ആണ്, 3 കമ്പോണന്റ് വേണം, അത്രേ ചെയ്തുള്ളൂ. ഇനി എന്ത് ചെയ്തു? അത് തന്നെ വീണ്ടും എഴുതുക. എക്സ് വൈ ഇസഡ് ഇൻ R3 such that ടി ഓഫ് എക്സ് വൈ ഇസഡിന് പകരം നമ്മൾ എന്ത് എഴുതാം? x0 z എഴുതാം. ഓക്കെ, ഇക്വേറ്റിംഗ് ടു 0 0 0. എടാ, ഇത് 0 0 0 ആകണമെങ്കിൽ x 0 ആവണ്ടേ, z 0 ആവണ്ടേ? വേണ്ടേ? അതെ. അപ്പം x 0 ആണ്, z 0 ആണ്. പക്ഷെ y തന്നെയാണ്. എക്സ് വൈ ഇസഡിന് പകരം നമ്മുടെ ആൻസർ എന്താ വരുന്നത്? കേൾ ടി എന്തായിരിക്കും വരുന്നത്? സെറ്റ് ഓഫ് ഓൾ 0 y z ആണ് വരുന്നത്. ഓക്കെ, കാരണം y എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പം y 0 തന്നെ പോകത്തുള്ളൂ. y ഇപ്പം 1 ആയാലും 2 ആയാലും 5 ആയാലും തേങ്ങ ആയാലും മാങ്ങ ആയാലും എന്ത് ആയാലും y എങ്ങോട്ടാണ് ട്രാൻസ് ചെയ്യുന്നത്? 0യിലേക്കാണ് ചെയ്യുന്നത്. അതുകൊണ്ട് y എന്ന് തന്നെ ഇട്ടു. പിന്നെ നമ്മുടെ ഒരു മാന്യതയ്ക്ക് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നു. y ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ y ഒരു a എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആയിട്ട് നമ്മൾ എടുക്കുന്നു. നീ a എന്ന് എടുത്തോ, ടി എന്നെടുത്തോ, ആരെന്ന് വേണേലും എടുത്തോ. അങ്ങനാണെങ്കിൽ കേൾ ടി എന്ന് പറയുന്ന എന്തായിട്ട് എഴുതാം? സെറ്റ് 0 a 0 അല്ലേ, സോറി 0 a 0. ഇതാണ് ആൻസർ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് 0 a 0 എന്നുള്ളതിനെ വേറൊരു രീതിയിലും നമുക്ക് എഴുതാം. അത് പിന്നെ ആവശ്യം വരും കേട്ടോ. സ്പാൻ ഓഫ് 0 1 0യും ആയിട്ടും എഴുതാം. കാരണം ഈ സാധനത്തിനെ 0 a 0യെ നമുക്ക് എനെ പുറത്തെടുത്താൽ 0 1 0 ആയില്ലേ? ലീനിയർ കോമ്പിനേഷൻ കണ്ടോ? അതിനാണ് സ്പാൻ ഓഫ് 0 1 0 എന്ന് എഴുതി. സ്പാൻ സെറ്റ് 0 1 0. മനസ്സിലായോടാ? എവിടെയെങ്കിലും പറഞ്ഞു തരണോ ഞാൻ? സ്പീഡ് കൂടുതലാണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. നിങ്ങളുടെ മുഖം കാണാൻ പറ്റാത്തതിൻ്റെ ഒരു കുഴപ്പം എനിക്കുണ്ട്. എനിക്കറിയില്ല, ഞാൻ ഈ ഭിത്തിയെ നോക്കി പഠിപ്പിക്കുന്ന പോലെ അങ്ങ് പഠിപ്പിക്കുക. ഓക്കെ അല്ലേ? ഒന്നുമില്ല, ജസ്റ്റ് ആ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. കേൾ ടി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ വി ഇൻ വി സച്ച് ദാറ്റ് ടി ഓഫ് വി ഈസ് ഈക്വൽ ടു 0. പിന്നെ നമുക്ക് R2 ആണോ R3 ആണോ എവിടെയാണ് ഇൻപുട്ട് വരുന്നതെന്ന് നോക്കുക. ഇവിടെ R3 ആയതുകൊണ്ട് എക്സ് വൈ ഇസഡ് വന്നു. ഇവിടെ R2 ആയിരുന്നെങ്കിൽ എക്സ് വൈ വന്നേനെ, അല്ലെ X1 X2 വന്നേനെ. ഇവിടെ R5 ആണെങ്കിൽ X1 X2 X3 X4 X5 വന്നേനെ. മനസ്സിലായോ? ഔട്ട്പുട്ട് എന്താണോ അതുപോലെ ഔട്ട്പുട്ടും വരും. ഔട്ട്പുട്ട് എന്താണോ അതുപോലെ വരും നമ്മുടെ ഈ 0 0 0യിൽ എത്ര പേര് വരും എന്നുള്ളത്. ഓക്കെ, പിന്നെ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നോക്കിയാൽ മതി. രണ്ട് സൈഡ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ എ എന്ന് പറഞ്ഞ് വല്ലതും വന്നു കഴിഞ്ഞാൽ, അതായത് എങ്ങനെ വന്നാൽ ഒരെണ്ണം എന്തു ആകാം എന്നുള്ള രീതിയിൽ വന്നാൽ എന്ത് ചെയ്യണം? ഒരു റിയൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ലെറ്റ് ചെയ്തിട്ട് അങ്ങ് ചെയ്യുക. ഓക്കെ ആണോ? അടുത്തതിലോട്ട് പോട്ടെ മക്കളെ. ഫൈൻഡ് ദ കേർണൽ. സമയമില്ല, രജി മിസ് ക്ലാസ് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ സ്പീഡ് കൂട്ടുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഫൈൻഡ് ദ കേർണൽ ഓഫ് ദി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം R3യിൽ നിന്നും R2ലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഡിഫൈൻഡ് ബൈ വേറൊരു ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ പെൻ കൊണ്ട് എഴുതിയ സാധനമാണ്. കാരണം ഞാൻ പ്രിന്റഡ് തന്നത് മുമ്പേ ചെയ്ത പ്രോബ്ലത്തിൻ്റെ എക്സാക്ട് റെപ്ലിക്കേഷൻ, വേറെ വേറെ പ്രോബ്ലം, വെറൈറ്റി പ്രോബ്ലം എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് ഞാൻ പെൻ കൊണ്ട് എഴുതിയതാണേ. ടി ഓഫ് വി ഇസ് ഈക്വൽ ടു എ വി. കണ്ടോ, നമ്മുടെ മറ്റേ മെട്രിക്സ് കയറി വന്നു. വേർ എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 -1 -1 2 -2 3. ഓക്കെ, ഇവിടെയും വേറെ പരിപാടിയൊന്നുമില്ല, മെട്രിക്സ് ആണെന്നുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ എഴുതി വരിക സെറ്റ് ഓഫ് ഓൾ വി ഇൻ R3. വി R3യിലെ ഒരു എലമെൻ്റ് ആണ്. സച്ച് ദാറ്റ് ടി ഓഫ് വി ഈസ് ഈക്വൽ ടു 0. ടി ഓഫ് വിക്ക് പകരം നമുക്ക് എന്തെഴുതാം? ആദ്യം R3 ഒന്ന് മാറ്റി എഴുതാം. V1 V2 V3 എലമെന്റ് ഓഫ്, ഇവിടെ നോക്കിയിട്ട് എഴുതിയാൽ മതി. ഇവിടെ എലമെന്റ് ഓഫ് R3 സച്ച് ദാറ്റ് ടി ഓഫ് വി എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്തെഴുതാം? ടി ഓഫ് വി എ വി അല്ലേ? എ വി ഇസ് ഈക്വൽ ടു 0. പിന്നെ നിങ്ങൾക്ക് എ അറിയാം, വി അറിയാം, അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. V1 V2 V3 in R3 such that a എന്താ? 1 -1 -1 2 -2 3 into v എന്താണ്? V1 V2 V3 is equal to 0. വേണ്ട, ഇവനെ ചെയ്തു വരുമ്പോൾ എന്ത് വരും? സെറ്റ് ഓഫ് V1 V2 V3 in R3 such that എന്ത് വരും എടാ? V1 minus V2 minus 2 V3 minus V1 plus 2 V2 plus 3 V3 is equal to 0 0. ഇക്വേറ്റ് ചെയ്യാൻ രണ്ടെണ്ണം. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് വെച്ച് കണ്ടുപിടിക്കണം? അത് ഞാൻ നേരത്തെ പറയാറുള്ള സാധനം തന്നെ. എന്ത് വെച്ച് കണ്ടുപിടിക്കണം? ഗോസ് എലിമിനേഷൻ വെച്ച് കണ്ടുപിടിക്കണം. V1 V2 V3 ഒക്കെ. നമുക്ക് നോക്കിക്കേ, ഒരു മെട്രിക്സ് നമുക്ക് കിട്ടുന്നത്, എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എടുക്കുന്നത് 1 -1 -2 0 -1 2 3 0 അല്ലേ? അല്ലേ എ സ്റ്റാർ. എന്ത് വരും? ഇത് ചെയ്ത് വരുമ്പം അത് നിങ്ങളങ്ങ് ചെയ്താൽ മതിയേ. 1 0 -1 0 1 അല്ല 0 1 1 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് V1 - V3 is equal to 0 കിട്ടും. V2 plus V3 is equal to 0 കിട്ടും. നമുക്ക് മൂന്ന് ആൾക്കാരുണ്ട്, രണ്ട് ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് എന്ത് കൊടുക്കണം? ആർബിട്രറി കൊടുക്കണം. ലെറ്റ് V3ക്ക് T എന്ന് കൊടുത്തു. അപ്പോൾ എന്തായി? ഈ ഇക്വേഷനിൽ നിന്ന് V3ക്ക് T എന്ന് കൊടുത്തപ്പം V1 is equal to T വന്നു, V2 is equal to -T വന്നു. എല്ലാവരും കിട്ടിയല്ലോ. ഇനി അപ്പം നമ്മുടെ കേൺ T എന്താ? സെറ്റ് ഓഫ് ഓൾ V1ന് വരാൻ T, V2ന് വരാൻ -T, V3ക്ക് വരാൻ T. സച്ച് ദാറ്റ് T എലമെന്റ് ഓഫ് R ആണ്, ഒരു റിയൽ നമ്പർ ആണ്. ഓക്കെ, ഈ Tയെ നമുക്ക് എന്തെടുക്കാം? പുറത്തെടുത്താൽ എന്ത് വരും? 1 -1 1 വരും. സച്ച് ദാറ്റ് T എലമെന്റ് ഓഫ് R. ഓക്കെ, അപ്പം ഇതിനെ എങ്ങനെയും കൂടെ എഴുതാം? സ്പാൻ ഓഫ് സെറ്റ് 1 -1 1. ഓക്കെ ആണോ? ഇവിടെ ഇതായതുകൊണ്ട്, മെട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഇക്വേഷൻ ഇച്ചിരി ലെങ്തി ആയിട്ട് വന്നു. അപ്പോൾ വാല്യൂസ് കണ്ടുപിടിക്കാൻ ഗോസ് എലിമിനേഷൻ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? എന്തോ പറഞ്ഞു. ഇത് മറ്റേ ഗോസ് എലിമിനേഷൻ
അല്ല. എന്തുവാണെന്നറിയോ, മറ്റേ റോ റെഡ്യൂസ്ഡ് ആക്കുക കേട്ടോ, റോ റെഡ്യൂസ്ഡ് ആക്കുവാണേ. ഓക്കെ, അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ട്. റോ റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എലമെന്റ്സ് അല്ലാതെ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ ചെയ്തേക്കുന്നത് എന്താണെന്നറിയാവോ, നമ്മുടെ ഡയഗണൽ എൻട്രീസ് എല്ലാം 1 ആക്കും. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മേളിലും താഴെയുള്ള ആൾക്കാരെ 0 ആക്കും. ബാക്കിയുള്ളവരെ മൈൻഡ് ചെയ്തില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ബാക്കി ഉണ്ടെങ്കിൽ മൈൻഡ് ചെയ്യത്തില്ല. ഈ ഡയഗണൽ എൻട്രീസ് എല്ലാം 1 ആക്കുന്നു, അതിൻ്റെ മേളിലും താഴെയുള്ളവരെ എല്ലാം എന്താക്കുന്നു, 0 ആക്കുന്നു. ഇത് നമ്മൾ എന്തിനോ ചെയ്തായിരുന്നല്ലോടാ പാർവതി, നമ്മൾ എന്തിനോ അത് ചെയ്തില്ലേടാ, മേളിലുള്ളത് 0 ആക്കിയത്? ബുക്ക് എടുത്തോ. ഈ മോഡ്യൂളിൽ തന്നെയാണോ? അല്ല, ട്രാൻസിഷൻ മെട്രിക്സ് അത് അപ്പുറത്തെ മോഡ്യൂൾ അല്ലേ? 3rd മോഡ്യൂളാണോ? ഓക്കെ. എനിവേ, ഇവിടെ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് മറ്റേത് വെച്ച് ചെയ്താലും കിട്ടേണ്ടതാണോ? ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയണേ, കിട്ടുന്നില്ലെങ്കിൽ. മറ്റേത് സാധാരണ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ, നിങ്ങളെത്ര ബുദ്ധിമുട്ട്. ഓക്കെ, A* നമുക്ക് 1 ഇതെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു, താഴത്തേനെ 0 ആക്കുന്നു. താഴത്തേനെ 0 ആക്കിയപ്പോൾ ആഡ് ചെയ്താൽ മതിയല്ലോ. 1 - 1 മൈനസ്, ഓഹോ, ഓക്കെ. നോക്കട്ടെ. ചേട്ടാ എൻ്റെ കുഴപ്പമാണ്. 1 - 1 - 2 0 -1 2 3 0. ഇതിനെ നമ്മൾ ഇതാക്കുമ്പോൾ ആഡ് ചെയ്യുക. -1 -1 -2 0 ആഡ് ചെയ്തപ്പോൾ ഇത് 0 ആയി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ ഇത് 1 ആയി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ ഇതും 1 ആയി. ഇത് ആഡ് ചെയ്തപ്പം 0 ആയി. 1. ഇനി നമ്മൾ ഇതും 1 ആക്കി. ഇത് മൈനസ് ആക്കണം. ഇതാക്കണമെങ്കിൽ അതും ആഡ് ചെയ്യണം അല്ലേ? അപ്പം താഴത്തെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മേളത്തേത് താഴത്തെ ഓക്കെ. ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ? ഇങ്ങനെ തന്നെ ഇട്ട എന്ത് വരും, V2 + V3 = 0 കിട്ടും. V1 ആണല്ലോ. അപ്പം പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്തോ കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോൾവ് ചെയ്യാൻ ഇക്വേഷൻ കിട്ടിയാൽ മതി. സാധാ ഗോസ് എലിമിനേഷൻ വെച്ച് വേണമെങ്കിലും ചെയ്തോ. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഒരു തിയറമാണേ. ഇതൊരു സബ്സ്പേസ് ആണെന്ന് കാണിക്കാനുള്ള ഒരു തിയറം. ഓക്കെ, ഇതൊരു സബ്സ്പേസ് ആണ് എന്ന് കാണിക്കാനൊരു തിയറം. The kernel of a linear transformation T from V to W is a subspace. സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്തേ? എന്തായിരുന്നു ചെയ്യേണ്ടത്? V1 + V2ഉം T of V1 + V2 എന്തായിരിക്കണം? T of V1 + T of V2 ആയിരിക്കണം അല്ലേ? അതുപോലെ C × T of V1 എന്തായിരിക്കണം? T of C V1 ആയിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് സബ്സ്പേസ് ആണെന്ന് പറയാം. ഓക്കെ, നമ്മൾ അങ്ങനെ ആണെന്ന് ഇതിനെ എടുക്കുക. നമ്മൾ 2 എലമെൻറ്റ്സ് എടുത്തു, V1ഉം V2ഉം എടുത്തു. എവിടുത്തെ? കേൺ Tയിലെ 2 എലമെൻറ്റ്സ് എടുത്തു. കേൺ T ആണല്ലോ നമുക്ക് സബ്സ്പേസ് ആണെന്ന് കാണിക്കേണ്ടത്.
അതിനകത്ത് 2 എലമെന്റ്സ് എടുത്തു. കേൺ ടിയുടെ ഡെഫിനേഷൻ അനുസരിച്ച് സെറ്റ് ഓഫ് ഓൾ വി ഇൻ വി സച്ച് ദാറ്റ് ടി ഓഫ് വി ഈസ് ഈക്വൽ ടു 0. ഇത് കാണാതെ പഠിച്ചോണേ, എല്ലായിടും അതാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, ടി ഓഫ് വി വൺ പ്ലസ് വി ടു എടുത്തു. ടി ഓഫ് വി വൺ പ്ലസ് വി ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഓഫ് വി വൺ പ്ലസ് വി ടു ഇതാണെന്നല്ലല്ലോ കണ്ടുപിടിക്കണ്ടേ. എന്തുവാ കണ്ടുപിടിക്കണ്ടേ? എലമെന്റ് ഓഫ് വി ആണെന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. എന്തോ കണ്ടുപിടിക്കണ്ടേ? സബ്സ്പേസ് ആണെന്ന് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നേ? ഞാനും മറന്നു, കുറച്ച് ദിവസം ആയല്ലേ നമ്മൾ പഠിച്ചിട്ട്. സബ്സ്പേസ് ആണെന്ന് എങ്ങനെയായിരുന്നടാ കണ്ടുപിടിക്കുന്നത്? വെക്റ്റർ സ്പേസും ബേസിസ് ഡയമെൻഷൻ്റെ സബ്സ്പേസ് ആണെന്ന് കാണിക്കുന്നത്. യുവും വിയും ഡബ്ല്യുവിലുണ്ടെങ്കിൽ യു പ്ലസ് വി ഡബ്ല്യുവിലുണ്ടായിരിക്കണം. യു ഡബ്ല്യുവിലുണ്ടെങ്കിൽ സിയും ഡബ്ല്യുവിലുണ്ടായിരിക്കണം. അതാണ് കേട്ടോ. എന്താണ് നമ്മൾ നേരത്തെ ഡെഫിനിഷൻ അനുസരിച്ച് പഠിച്ചത്? യുവും വിയും ഡബ്ല്യു എന്ന് പറയുന്ന ഒരു സബ്സ്പേസിലുണ്ടെങ്കിൽ എന്തും കൂടെ അതിനകത്ത് കാണണം, യു പ്ലസ് വിയും ഡബ്ല്യുവിൽ കാണണം. അതുപോലെ യു ഡബ്ല്യുവിലുണ്ട്, സി ഒരു സ്കെയിലാറും ആണെങ്കിൽ എന്ത് കാണണം, സി യുവും ഡബ്ല്യുവിൽ കാണണം. ഇതാണ് നമ്മുടെ സബ്സ്പേസിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കേൺ ടി എന്ന് പറയുന്ന ആൾ സബ്സ്പേസ് ആണെന്ന് കാണിക്കണം. കേൺ ടിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് സെറ്റ് ഓഫ് ഓൾ വി ഇൻ വി സച്ച് ദാറ്റ് ടി ഓഫ് വി ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇതിനകത്തെ 2 എലമെന്റ്സ് നമ്മൾ എടുത്തു. വി വണ്ണും വി ടുവും 2 എലമെന്റ്സ് നമ്മൾ എടുത്തു. ഓക്കെ, എന്നിട്ട് വി വണ്ണും വി ടുവും നമ്മൾ എടുത്താൽ നമുക്ക് എന്താ, കേൺ ടിയിൽ ഉണ്ടായിരിക്കണം വി വൺ പ്ലസ് വി ടു. കേൺ ടിയിൽ ഉണ്ടായിരിക്കണമെങ്കിൽ എന്താ, വി വൺ പ്ലസ് വി ടുവും ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 0 കിട്ടണം. എന്നാലല്ലേ ഇത് കേൺ എഫിലുണ്ടെന്ന് പറയാൻ പറ്റും, കേൺ ടിയിലുണ്ടെന്ന് പറയാൻ പറ്റൂ അല്ലേ? സംശയമുണ്ടോ? വി എന്ന് പറയുന്ന ഒരാൾ കേൺ ടിയിൽ ഉണ്ടായിരിക്കണമെങ്കിൽ ടി ഓഫ് വി 0 ആയിരിക്കണം. ഓക്കെ, വി എന്ന് പറയുന്ന ഒരാൾ കേണലിലാന്ന് പറയണമെങ്കിൽ അതിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ എന്തായിരിക്കണം, 0 കിട്ടണം. അപ്പം വി വൺ പ്ലസ് വി ടു ഇതിനകത്തുണ്ടെന്ന് കാണിക്കാൻ നമുക്ക് എന്തുവാ കാണിക്കണ്ടേ, ടി ഓഫ് വി വൺ പ്ലസ് വി ടു 0 ആണെന്ന് കാണിക്കണം. ടി ഓഫ് വി വൺ പ്ലസ് വി ടു 0 ആണെന്ന് കാണിക്കാൻ നമുക്ക് ആദ്യം എന്താണ് ടി ഓഫ് വി വൺ പ്ലസ് വി ടു എന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ടി ഓഫ് വി വൺ പ്ലസ് വി ടു എന്തായിട്ട് എഴുതാം, ടി ഓഫ് വി വൺ പ്ലസ് ടി ഓഫ് വി ടു എന്ന് എഴുതാം. ടി ഓഫ് വി വൺ 0 ആണ്, ഇതും 0 ആണ്. ആൻസർ എന്ത് കിട്ടി, 0 ആണ്. 0 കിട്ടിയോണ്ട് നമുക്ക് എന്ത് പറയാം, ടി ഓഫ് വി വൺ പ്ലസ് വി ടു എന്താ, കേൺ എഫിൽ ഉണ്ടെന്ന്, കേൺ ടിയിലുണ്ടെന്ന് പറയാം. ഓക്കെ, ഇതുപോലെ തന്നെ ടി ഓഫ് സി വി വൺ എടുക്കുക. ടി ഓഫ് സി വി വൺ എന്ന് പറഞ്ഞാൽ വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം, സി ഇൻറ്റു ടി ഓഫ് വി വൺ എന്ന് എഴുതാം. സി ഇൻറ്റു വി വൺ എന്താണ്, ടി ഓഫ് വി വൺ എന്താ, 0 ആണ്. അപ്പം സി വി വണ്ണും എവിടെ ഉണ്ട്, കേൺ ടിയിൽ ഉണ്ട്. അതാണ് നമ്മുടെ പ്രൂഫ്. ഒന്ന് വായിച്ചു നോക്കിയേ, ഏതാടാ, ടി ഓഫ് വി 0 എന്നാണ് കേൺ എഫിന്റെ ഡെഫിനിഷൻ അടിയത്. 0 ആകുന്ന വെക്ടറുകളാണ് എന്തെന്ന് പറയുന്നത്, കേണിലുള്ളത്. കേണിലുള്ളതെന്ന് പറഞ്ഞാൽ വികളാണ്. ഞാൻ ആദ്യമേ അത് പറഞ്ഞില്ലേ, വികള് ആരെ ഡബ്ല്യൂല് 0നെ വേണം അത് മാപ്പ് ചെയ്യാൻ. 0 ആൻസർ വരുന്ന ഏത് വിയും കേണലാണ്. മനസ്സിലായോ? 0 ആൻസർ വരുന്ന ഏത് വിയും കേണലാണ്. അതുകൊണ്ടാണ് ടി ഓഫ് വി എന്ന് പറയുന്നത് 0 ആയാൽ വി കേണലിലുണ്ടെന്ന് പറഞ്ഞു.
ഓക്കെ. അതുപോലെ അപ്പം നമ്മൾക്ക് V1 + V2 കേർണലിലുണ്ടെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? T(V1 + V2) 0 ആണെന്ന് കാണിക്കുക. CV1 അവിടെ ഉണ്ടെന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം? T(CV1) 0 ആണെന്ന് കാണിക്കുക. അത്രേ ഉള്ളൂ. Any more doubts? ഇല്ല മിസ്സേ, സന്തോഷമായി എന്നാണോ? അപ്പോൾ ബാക്കി പോവാം. അപ്പോൾ അതത്രേ ഉള്ളൂ. ഈ മൂന്നല്ല 2 വെറൈറ്റി പ്രോബ്ലമേ ഉള്ളൂ. സോറി, ഈ 3 ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത് ബേസിസ് ആണ്. ബേസിസ് ഓഫ് കേർണൽ. ഓക്കെ. ബേസിസ് ഓഫ് കേർണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേർണൽ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സ്പാൻ കിട്ടുമല്ലോ. സ്പാൻ ഓഫ് നമ്മൾ എഴുതത്തില്ലേടാ. സ്പാൻ ഓഫ് എന്ന് എഴുതിയിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും കൂടെ ആണോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് ഒരെണ്ണം ചെയ്ത് നോക്കാം. അതായത് T ഫ്രം R5 to R4 ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ സാധാരണ T(V) = AV എന്നാണ് ട്രാൻസ്ഫോർമേഷൻ. A എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. 1 2 -1 0 2 1 0 0 0 3 -2 0 1 1 0 2 -1 0 1 8. ഓക്കെ. ഇനി നമുക്ക് ഡെഫിനിഷൻ അനുസരിച്ച് ഈ സാധനമൊക്കെ കാണാൻ അങ്ങ് എഴുതി വെക്കണം. കേൺ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ V എന്നുള്ളതിന് പകരം R5 എന്ന് എഴുതണേ. അത് മറന്നുപോല്ല. R5 such that T(V) = 0. അടുത്ത ഇക്വേഷനിൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ V R5 such that T(V)ക്ക് പകരം നമുക്ക് AV എഴുതാമല്ലോ, 0. പിന്നെ നമുക്ക് ഇതിനെ കൊടുക്കാം V1 V2 V3 V4 V5 in R5 such that Aക്ക് പകരം ഇത് മൊത്തം കൊടുക്കാം. 2 1 3 1 0 -1 0 -2 0 1 0 0 0 2 8 into V5 അല്ലേടാ മക്കളെ. അപ്പം V1 V2 V3 V4 V5 = എന്ത് വരണം? 0 0 0 0 0. ഓക്കെ. എന്നിട്ട് നിങ്ങൾ മുമ്പേ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് 5 ഇക്വേഷൻസ് കിട്ടും. ഞാനതിനി എഴുതുന്നില്ല. 5 ഇക്വേഷൻസ് കിട്ടും. ആ 5 ഇക്വേഷൻസിന് നമ്മൾ എന്ത് ഫോമിൽ എഴുതണം? കണ്ടോട്ടെ, ഇവിടെ ചെയ്തപ്പം വന്നിട്ടില്ല. മറ്റേത് മേളിലൊന്നും 0 ആക്കിയിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഇവിടെ ചെയ്തപ്പം വേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് ഈ ഇക്വേഷൻസ് കിട്ടുന്നത് അങ്ങ് എഴുതാം. അവിടെ വരെ നിങ്ങൾക്ക് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരല്ലേ. ഇക്വേഷൻസ് എഴുതാം. V1 + 2V2 + V4 - V5 = 0 -3V2 + 3V3 - V4 + 2V5 = 0 V4 plus ഒരാവശ്യമില്ല. അയ്യോ, സോറി പറയട്ടെ. V4 + 4V5 = 0. ഇവിടെ നമുക്ക് 3 ഇക്വേഷൻസ് ആണുള്ളത്. പക്ഷേ എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എത്ര എണ്ണത്തിന് ആർബിട്രറി കൊടുക്കണം? ചെയ്തേ എത്ര എണ്ണത്തിന് കൊടുക്കണം? അവിടെ അവൻ വെച്ചിട്ട് പോയോ? അക്സ ഇല്ല. ക്രിസ്റ്റോ ഉണ്ടോടാ? നീയെങ്കിലും കാണുമെന്ന് എനിക്കറിയാടാ. ഇവിടെ നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട്.
നമുക്ക് 5 എലമെന്റ്സ് ഉണ്ട്, ആർബിട്രറി എന്താ പറയുക, വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, 5 വേരിയബിൾസും 3 ഇക്വേഷനും ഉണ്ട്. അപ്പം എത്ര എണ്ണത്തിന് ഇത് കൊടുക്കണം, ആർബിട്രറി കൊടുക്കണം? 2. മിടുക്കൻ. അപ്പം 2 എണ്ണത്തിന് കൊടുക്കണം. അപ്പം നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നത്? ഇവിടെ ഇപ്പം 2 പേരുണ്ട്, ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുക. അപ്പം ഞാൻ V5 കൊടുക്കുക. V5 എന്ത് കൊടുത്തു? V5 ഞാൻ T കൊടുത്തു. V5 T കൊടുക്കുമ്പോൾ V4 എന്താകും? V5 T കൊടുത്താൽ V4 -4T വരും. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ എടുത്ത് നോക്കുക. അടുത്ത ഇക്വേഷനകത്ത് V4 ഉണ്ട്, V5 ഉണ്ട്, പിന്നെ V2നോ V3ക്കോ കൊടുക്കാം. അപ്പം ഞാൻ V3ക്ക് കൊടുത്തു. V3ക്ക് ഞാൻ S കൊടുത്തു. V3ക്ക് S കൊടുത്തപ്പോൾ എന്തായി? V2 എന്താകും? ബാക്കി എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പം എന്ത് വരും? അവസാനം S+2T എന്ന് കിട്ടും. ഓക്കെ, ഇനി ആർക്കും കൊടുക്കണ്ട. ഇനിയിപ്പം ഇതിപ്പോൾ ഒരാളെ കിട്ടി, 2 ആളെ കിട്ടി, 3 ആളെ കിട്ടി, 4 ആളെ കിട്ടി. ഇനി ഈ ഇക്വേഷനകത്തോട്ട് ഇവരെ എല്ലാം കൂടി ഇട്ട് കൊടുത്താൽ V1 കൂടെ കിട്ടും. -2S +T എന്ന് കിട്ടും. ഓക്കെ മോനെ. ഓക്കെ, V1 V2 V3 V4 കിട്ടിയതിനകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, ബാക്കി പറഞ്ഞോട്ടെ. എടാ, നിങ്ങൾക്ക് മറ്റേ ലിങ്ക് വരുമ്പോൾ പറയണേ എന്നോട്. ഓക്കെ, ഇനി അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കേൺ എഴുതാമല്ലോ, കേൺ T എഴുതാമല്ലോ. V1 V2 എല്ലാവരെയും കിട്ടി. അപ്പോൾ V1 എന്താ കിട്ടിയേ? -2S + T കിട്ടി. V2 കിട്ടിയത് S+2T, V3 കിട്ടിയത് S, V4 കിട്ടിയത് -4T, V5 കിട്ടിയത് T. അതിനകത്ത് എസും ടിയും റിയൽ നമ്പേഴ്സാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവനെ എന്താക്കണം? സ്പാൻ എഴുതണമെങ്കിൽ എന്താക്കണം? എസ്സിലും എഴുതണം, ടിയിലും എഴുതണം. ഞാൻ എസ്സിലുള്ളത് മാത്രം എഴുതി. -2, 1, 1, 0, 0 +T × 1, 2, 0, -4, 1. ഇങ്ങനെ എഴുതിയതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എസ് ഉള്ളതെല്ലാം ഒരിടത്തും എഴുതി, ടി ഉള്ളതെല്ലാം വേറൊരിടത്തും എഴുതി. ഡൗട്ടില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവനെ എന്തെഴുതാം? സ്പാൻ ഓഫ് എന്തെന്ന് എഴുതാം? -2, 1, 1, 0, 1, 2, 0, -4, 1. ഇങ്ങനെ എഴുതാമല്ലോ. രണ്ടെണ്ണത്തിൻ്റെ ഇത്ര എഴുതി കഴിഞ്ഞാൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇതും ഇതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണല്ലോ. ഡിപ്പെൻഡ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആദ്യത്തെ -2 ഇതും പിന്നെ 1ഉം 2ഉം ആയി. ഏതായാലും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അങ്ങനാണെങ്കിൽ ഇതെന്തും കൂടെയാണ്? ഇറ്റ് ഈസ് ഓൾസോ എ ബേസിസ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ബേസിസ് ആവത്തില്ല. എന്തായിരുന്നു ബേസിസിൻ്റെ ഡെഫിനേഷൻ? ബേസിസ് എന്ന് പറഞ്ഞാൽ സ്പാനും ചെയ്യണം, ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കണം. അപ്പം ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് എന്തെന്ന് പറയാം? ബേസിസ് ആണെന്ന് പറയാം. ഓക്കെ ആണോ? ഞാൻ ഇത്രയും ഇന്ന് എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് നാളെ എടുക്കാം. ഇതിൻ്റെ ബാക്കി നോട്ട്സും കൂടെ ഞാൻ ഇന്ന് വൈകിട്ട് ഇടുവേ. അപ്പോൾ നിങ്ങൾ അതും കൂടെ എഴുതണം. നാളെ രാവിലെ ആയിരിക്കും ക്ലാസ്. നാളെ ഞാനിടാം എത്ര മണിയാണെന്ന്. ഏകദേശം ഒരു 11 മണി ആ സമയം വല്ലതും ആയിരിക്കും. ഓക്കെ.